മദ്രാസ്കാരൻ. ഈ സിനിമയ്ക്ക് ശരിക്കും യോജിച്ച പേര് മലബാർകാരൻ എന്നാണ്. അതെന്താണെന്ന് നമുക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞാൻ പറയുമ്പോഴും മനസ്സിലാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഷെയ്ൻ നിഗത്തിൻ്റെ ഫസ്റ്റ് തമിഴ് മൂവിയായ മദ്രാസ്കാരൻ എന്ന സിനിമ, ആ സിനിമയുടെ സ്റ്റോറി ലൈനൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല സ്റ്റോറി ലൈനാണ്. പക്ഷേ അതിൻ്റെ എക്സിക്യൂഷനിലോട്ട് വന്നപ്പോൾ പാളിപ്പോകുന്ന അവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ ഷെയ്ൻ നിഗത്തിൻ്റെ ആദ്യത്തെ പടം എന്നുള്ള രീതിയിലാണ് ഇതിനെ കാണാനുള്ള ഒരു കാരണം കൂടെ. അപ്പോൾ ഈ സിനിമയുടെ കഥയെന്ന് പറയുന്നത് പുള്ളിയുടെ കല്യാണമാണ്. കല്യാണ തലേന്ന് നാളെ കല്യാണമാണ്. അപ്പോൾ പുള്ളിയുടെ കാമുകിയും ഭാര്യയാകാൻ പോകുന്ന ആളും വിളിക്കുകയാണ്, എനിക്ക് നിന്നെപ്പം തന്നെ കാണണമെന്ന്. അപ്പോൾ നമ്മുടെ അമ്മമാർ പറയില്ല ഈ നേരത്ത് വെളിയിൽ പോകാൻ പാടില്ല, അമ്മമാരിൻ്റെ വാക്ക് കേൾക്കണം എന്ന് പറയുന്നത് വെറുതെ അല്ല. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ആക്സിഡൻറ്റ് നടക്കുകയാണ്. ഒരു ഗർഭിണി പെണ്ണിനെ ഇടിക്കുകയും അവൾ ഹോസ്പിറ്റലിലായി. അവൾ അത്യാവശ്യം ആ ഒരു നാട്ടിൻ പുറത്താണല്ലോ, അത്യാവശ്യം ഈ റൗഡീസൊക്കെ ചെയ്ത് നടക്കുന്ന ഒരുത്തൻ്റെ ഭാര്യയാണ്. അപ്പോൾ പിന്നീട് നടക്കുന്ന പ്രശ്നങ്ങളാണ് ഈ സിനിമ പറയുന്നത്. അപ്പോൾ ഈ സ്റ്റോറി ലൈൻ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം അത്യാവശ്യം നല്ല ഇൻറ്റൻസ് ആയിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറി ലൈനാണ്. പക്ഷെ അതൊരു നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ പിന്നെ ഏറ്റവും വലിയ ഒരു ഇത് തോന്നിയിട്ടുള്ളത് എനിക്ക് ഷെയ്ൻ നിഗത്തിൻ്റെ തമിഴാണ്. ഈ മറ്റേ ബിരിയാണി കഴിക്കുമ്പോൾ പട്ടഗ്രാമ്പ് കടിക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതാണ് പുള്ളിയുടെ തമിഴ്. ഫസ്റ്റ് തൊട്ടേ എനിക്കൊരു കല്ല് കടിക്കുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു. അത് ത്രൂ ഔട്ട് ആ സിനിമയിലുണ്ട്. പുള്ളിയുടെ പെർഫോമൻസിനെ കുറിച്ചൊന്നും നമുക്ക് അറിയാം. പുള്ളി അത്യാവശ്യം നല്ല പെർഫോമറാണ്. കലയരസൻ ഒരു നല്ല റോൾ ചെയ്തിട്ടുണ്ട്, ആളും നല്ല പെർഫോമറാണ്. പെർഫോമൻസ് വൈസ് ഒന്നും ഒരു തർക്കമില്ല. പക്ഷേ സിനിമയുടെ ഒരു ഒഴുക്കെന്ന് പറയുന്നത്, അപ്പോൾ ഈ ആക്സിഡൻറ്റ് കേസിൽ പെടുന്നു, പിന്നെ ആളുടെ ലൈഫ് തന്നെ മാറിപ്പോകുന്ന ഒരു അവസ്ഥയൊക്കെ വരുന്നുണ്ട്. പിന്നീട് അതിൽ കുറേ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ വരുന്നുണ്ട്. ഒരു പരിധിവരെ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്ന സാധനം തന്നെയാണ്, അതന്നെയാണെന്ന് തോന്നിക്കുന്നതിൻ്റെ സന്ദർഭത്തിൽ കുറേ കഥാപാത്രങ്ങൾ ഉള്ളിൽ കൊണ്ടുവന്നു നമ്മളെ ഒന്ന് കൺഫ്യൂഷൻ ആക്കുക. കുറേ കഥാപാത്രങ്ങൾ അതിൻ്റെ കഥകളും കാണിക്കുമ്പോൾ നമ്മളെ വിചാരിക്കും ആ ഓപ്പനായിരിക്കും ചിലപ്പോൾ ചെയ്തത് എന്ന് നമ്മൾ വിചാരിക്കുന്ന ഡയറക്ടർ വിചാരിച്ചു. പക്ഷെ നമുക്കറിയാം ഇതൊക്കെ ചുമ്മാ നമ്മളെ കണ്ണി പൊടിയിടാനുള്ള സംഭവമാണ് നമുക്ക് കാണുന്നവർക്ക് നന്നായി അറിയാം. അപ്പോൾ അതാണ് ഈ സിനിമയുടെ പ്രശ്നം. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ചുമ്മാ ഇത് പറഞ്ഞിട്ട് ഇത് മറ്റേനല്ലേ ശരി എന്ന് പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ്. അപ്പോൾ എനിക്കിത് തോന്നിയിട്ടുള്ളൊരു കംപ്ലീറ്റ്ലി ആവറേജ് എന്ന് പറയാൻ പറ്റില്ല, അതിനേക്കാളും കുറച്ചുകൂടെ കുറയും. കാരണം ഒന്നും ഭയങ്കര ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടൊന്നുമില്ല. ആ സ്റ്റോറി ലൈൻ അല്ലാതെ ഈ സിനിമ എടുത്ത് പറയാനൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. സ്റ്റോറി ലൈനും അഭിനയിച്ച ആളുകളുടെ പെർഫോമൻസും എല്ലാം കൊള്ളായിരുന്നു. സാം സിയസിന് മ്യൂസിക് പോലും അത്യാവശ്യം ഓർത്ത് വെക്കുന്ന ഒരു പാട്ടുകളോ ഒന്നും തന്നെ ഇല്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഷൈൻ നിഗത്തിൻ്റെ തമിഴ് അഭിനയിച്ചല്ലേ പുള്ളിയായി, അവിടെ പോയി അഭിനയിച്ചല്ലേ ഒന്ന് കണ്ടു കളയാം എന്നാണെങ്കിൽ പോയി കണ്ടു കളയാം.